എൻ ശ്രീകുമാർ, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി CPM കാണുന്നു. 2006 ശേഷം ഇതാദ്യമായി പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കാൻ തീരുമാനിക്കുന്നു. അത് അവരുടെ ഒരു ഗതികേടാണ് എന്ന രൂപത്തിൽ പ്രതിപക്ഷം പറയുന്നുണ്ട്. എങ്കിലും സ്വരാജ് ഒരു ചെറിയ സ്ഥാനാർത്ഥിയല്ലല്ലോ, പ്രധാനപ്പെട്ട അവരുടെ നേതാവാണ്. വാക്ചാതുരി കൊണ്ട് നല്ല പ്രസംഗങ്ങൾ കൊണ്ട് ജനത്തെ കയ്യിലെടുക്കാൻ കഴിയുന്ന നേതാവാണ്. ആ നിലയ്ക്ക് വരുമ്പോൾ ഈ പോരാട്ടം UDF-നും കടുക്കില്ലേ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ സ്മൃതി, ശ്രീ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള CPM-ൻ്റെ തീരുമാനം വളരെ നല്ലതാണ്. കാരണം രണ്ട് മുന്നണികൾ മാത്രം ശക്തിയുള്ള ഒരു മൂന്നാം മുന്നണിയുടെ പ്രവേശനം കൂടിയുള്ള ഇവിടെ കണ്ടമാന സ്വതന്ത്രന്മാരെ നിർത്തിയിട്ട് ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നതിനേക്കാൾ നല്ലത് ഭരണ പ്രതിപക്ഷ പോരാട്ടമാണ്. അപ്പോൾ ഭരണ പ്രതിപക്ഷ പോരാട്ടത്തിൽ അതുകൊണ്ടാണ് പ്രതിപക്ഷം പറഞ്ഞത് പിണറായി വിജയൻ്റെ പ്രതിനിധി അയക്കൂ, നിങ്ങൾ നമുക്ക് പോരാടാം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വരാജിനെ അയക്കൂ. കാരണം സ്വരാജ് മലപ്പുറം ജില്ലക്കാരനാണ്, സെക്രട്ടേറിയറ്റ് അംഗമാണ്. നിങ്ങൾ സ്വരാജിനെ അയക്കൂ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു മുഖമാണ്. ആ പിണറായി വിജയൻ്റെ പ്രതിനിധിയാകാൻ യോഗ്യനായ ഒരാളാണ് സ്വരാജ്. ഇവിടെ ശ്രീ വസീഫ് വളരെ ആഹ്ലാദത്തിലാണ് സ്വരാജിനെ അങ്ങോട്ട് ഇറക്കിയതിനെക്കുറിച്ച് പറയുന്നത്. UDF ആവശ്യപ്പെട്ട സ്വരാജ് ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം സ്വരാജിനെ മത്സരിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ കേട്ടിരുന്നു, മുഖ്യമന്ത്രി മത്സരിക്കണമെന്ന് പറഞ്ഞിരുന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ അന്തരാർത്ഥമൊന്നും അറിയാൻ വയ്യ. പക്ഷേ എന്തായാലും പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി, ഡയറക്റ്റ് പ്രതിനിധി പോരാട്ടത്തിന് വരികയാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരെന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും താമസിച്ചെന്നുള്ളതാണ്. കാരണം ഗോവിന്ദ മാഷ് പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ, ഇന്നലെ എഴുതിയ ലേഖനത്തിൽ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരായ പോരാട്ടം എന്നാണ് എൻ്റെ ഹെഡിങ്. രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരായ പോരാട്ടം. അപ്പോൾ അങ്ങനെ വഞ്ചനയ്ക്കെതിരായ പോരാട്ടം എന്ന് വെച്ചാൽ അൻവറിനെതിരായൊരു പോരാട്ടമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും കാലം വൈകിയത്? അപ്പോൾ ആ ചോദ്യത്തിന് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ചില ഒരു സംവിധാനവും ഇല്ല. കാരണം എന്താണ്, UDF-ലും കോൺഗ്രസ്സിലും അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്വതന്ത്രർക്ക് കിട്ടിയില്ല. അതാണ് എൻ്റെ പച്ചമലയാളം. അപ്പോൾ അതുകൊണ്ട് അൻവറിനൊരു മറുപടിയും കൊടുക്കണം. അൻവറിനുള്ള മറുപടിയാണ് സത്യത്തിൽ സ്വരാജ്. കാരണം അൻവർ അവിടെ ഇടതുമുന്നണി സ്വതന്ത്രനായി ജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്. സ്വരാജ് വരുന്നത് അൻവറിനുള്ള മറുപടിയാണ് എന്നുള്ളതാണ്. അതിനെ അൻവർ തീരുമാനിക്കട്ടെ. ഈ CPM-ൻ്റെ പ്രതിനിധിയെ തോൽപ്പിക്കണോ വേണ്ട എന്നുള്ള അൻവർ തീരുമാനിക്കട്ടെ. സത്യത്തിൽ രാഷ്ട്രീയ വഞ്ചന എന്ന് പറയുമ്പോൾ അൻവറിനാണ്. അൻവറിനുള്ള മറുപടിയാണ് സ്വരാജ്, യാതൊരു തർക്കവും വേണ്ട. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ മത്സരം എനിക്ക് തോന്നുന്നു അവരുടെ സ്വാധീനം കൂടി മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. കാരണം നിലമ്പൂർ അവരെ ഒരുപാട് തവണ മത്സരിച്ചെങ്കിലും ഒക്കെ സ്വതന്ത്രന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് എത്രത്തോളം ശക്തിയുണ്ട് അവിടെയെന്ന് അവർക്ക് അളക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതിന് സർവേ നടത്താൻ പറ്റില്ല. ഒരു തിരഞ്ഞെടുപ്പിലെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ആ ഭൂരിപക്ഷവും വോട്ടിൻ്റെ എണ്ണമൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് കിട്ടും എന്നവർക്ക് കണ്ടെത്താനും പറ്റും. ജയവും തോൽവിയൊക്കെ ജനം തീരുമാനിക്കുന്നതാണ്. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ CPM അതിൽ നല്ലൊരു രാഷ്ട്രീയം കാണുന്നുണ്ട്. മലപ്പുറം എന്ന് പറയുന്ന ആ ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയൊക്കെ വിവാദമായൊരു ഘട്ടമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമുദായവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളുണ്ട്. അതുകൂടാതെ തന്നെ ഈ അൻവറിനുള്ള മറുപടിയുണ്ട്. പിന്നെ ഈ പാർട്ടിക്കുള്ളിൽ CPM-നുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ഇതെല്ലാം ഒറ്റയടിക്ക് CPM അങ്ങ് സാധിച്ചിരിക്കുകയാണ്. കാരണം സ്വരാജിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നു. പ്രതിപക്ഷത്തിനുള്ള മറുപടി, അൻവറിനുള്ള മറുപടി, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി, അതായത് അടിവാൾ ചുറ്റിക നക്ഷത്രം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത്രയുമാണ്. കാരണം പാലക്കാട്ട് അവരെ ഒരു സ്വതന്ത്രനെ പിടിച്ചു നിർത്തി, UDF-ൽ അസ്വസ്ഥതയുണ്ടാക്കിയ സ്വതന്ത്രനെ. അതുപോലെ തൃക്കാക്കരയിൽ അവർ സ്വതന്ത്രനെ പിടിച്ചു നിർത്തി. അത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയോട് തോറ്റ CPM നേതാവിനെ തന്നെ വീണ്ടും അവരവിടെ പരീക്ഷിച്ചു. ചേലക്കരയിലാണെങ്കിൽ അവർ ജയിച്ച മണ്ഡലത്തിൽ അവർ വലിയ 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ ജയിച്ച ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർ പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി. അപ്പോൾ ജയിക്കുന്ന വ്യത്യാസമുണ്ടല്ലോ. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് CPM-ന് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ തൃക്കാക്കരയും പാലക്കാടും പുതുപ്പള്ളിയും ഒക്കെ പറയുമ്പോൾ ചേലക്കര നിലനിർത്തിയല്ലോ, അതുപോലെ തന്നെ നിലനിർത്തും നിലമ്പൂർ എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് ചേലക്കരയിൽ അവർ ജയിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്രനെ നിർത്തണ്ട. കാരണം അവർക്ക് അവരുടെ മണ്ഡലത്തിൽ അവർക്ക് ജയിക്കുന്നൊരു ഉറപ്പുണ്ടായിരിക്കാം. അതുകൊണ്ട് അവർ പാർട്ടി ചിഹ്നം കൊടുത്തു, പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി.
അപ്പോൾ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥിയും സംശയമുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്രന്മാരും എന്ന രീതിയിൽ വരുന്നത് പാർട്ടിക്ക് ഒരു അവമതിപ്പുണ്ടാക്കി. അപ്പോൾ മാധ്യമങ്ങളും പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരുന്നു, എന്താണ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താത്തത്, ധൈര്യമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അവരതിലേക്ക് ഇറങ്ങി ആ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. അത് ഗതികേടൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഗതികേടൊന്നുമല്ല. പക്ഷേ അവർ ആ നിലയ്ക്ക് എത്തിയത് കാരണം പാർട്ടി സ്ഥാനാർത്ഥി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രധാനത്തിൻ്റെ നേട്ടങ്ങൾ, പ്രോഗ്രസ് കാർഡ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കാൻ സ്വതന്ത്രം മതിയോ, ഏതെങ്കിലും ഡോക്ടർ മതിയോ, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ വേണ്ട. അപ്പോൾ നേരിട്ട് ജനങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. എന്താ ഇപ്പോൾ ചില പ്രതിപക്ഷം പറയുന്നുണ്ട് പെൻഷൻ ഉണ്ടോ, നേരിട്ട് ചോദിക്കാം പെൻഷൻ എവിടെ. അതുപോലെ തന്നെ ജോലി തൊഴിലില്ലായ്മ നേരിട്ട് ചോദിക്കാം, PSC നിയമനം നേരിട്ട് ചോദിക്കാം, ധൂർത്ത് നേരിട്ട് ചോദിക്കാം, ഒരുപാട് കാര്യങ്ങൾ സ്വരാജിനോട് നേരിട്ട് ചോദിക്കാം അദ്ദേഹത്തെ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. മറ്റേ സ്വതന്ത്രൻ എന്താ പറയുക, എല്ലാം പാർട്ടി പറയും, എല്ലാം പാർട്ടി പറയുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇറക്കിയ സ്ഥാനാർത്ഥി വളരെ UDFന് നേരിടാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ്. അത് കോൺഗ്രസിലും UDFിലും ആവേശം ഉണ്ടാക്കും. കാരണം എന്താണ്, പാർട്ടി നേതാവിനെയാണ് എതിരിടുന്നത്. അത് വെറും നേതാവല്ല, സെക്രട്ടേറിയറ്റ് അംഗത്തെയാണ് എതിരിടുന്നത്, പിണറായി വിജയൻ്റെ പ്രതിനിധിയാണ് എതിരിടുന്നത്. ഇതുകൊണ്ട് കോൺഗ്രസിലും UDFിലും കൂടുതൽ ആവേശം വരും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ അൻവർ എന്ത് ചെയ്യുമെന്ന് നോക്കേണ്ടത്. അൻവറിൻ്റെ ഈ അവസ്ഥ അതായത് അൻവറിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ CPM പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അൻവർ എന്ത് തീരുമാനിക്കും, അൻവറും തോൽപ്പിക്കാൻ ശ്രമിക്കും പാർട്ടി സ്ഥാനാർത്ഥിയെ. അപ്പോൾ മത്സരം എന്തായാലും പോരാട്ടം. എനിക്കൊരു പക്ഷം എന്ന് പറഞ്ഞു പോയില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ച വന്നു. പഴയ 3 ആഴ്ച മുമ്പുള്ള അൻവർ അല്ലല്ലോ ഇപ്പം, നമുക്കറിയാമല്ലോ അത്. അതുകൊണ്ട് നമ്മൾ അൻവറിൻ്റെ ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ട. അൻവറിൻ്റെ രാഷ്ട്രീയമായ അദ്ദേഹം പുറത്ത് പറയട്ടെ, UDFിൻ്റെ യോഗം കഴിയട്ടെ. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അൻവറിൻ്റെ ഭാഷയിൽ പിണറായിസം എന്നുള്ളതാണ്. ആ പിണറായിസത്തിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ സ്വരാജിനെ പ്രതിപക്ഷം കാണുക. Debate with Smriti Parathikkad.